ഹലോ ചെക്കിംഗ്. ഹലോ, എവിടെ സൗണ്ട് കേക്കണ തന്നെ ഭാഗ്യം. പ്രകാശിനി കുടുംബശ്രീയുടെ ഓണാഘോഷ പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇന്ന് ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ആദ്യം തന്നെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ഒരു സൂപ്പർ ഹീറോ ആണ്. ഇദ്ദേഹത്തെ കുറിച്ച് പറയാൻ വാക്കുകളില്ല, എന്നാലും പറയുകയാണ് സൂപ്പർമാൻ. സൂപ്പർമാൻ അല്ല പെണ്ണുമുള്ള സ്പൈഡർമാൻ. ആള് മാറിയിട്ടില്ല, കൈയ്യടി കിട്ടിയില്ലോ. തകർക്ക് ഞാൻ കണ്ട സൂപ്പർമാനൊക്കെ ഒരു ജിട്ടൊക്കെ ഉണ്ടായിരുന്നു പുറത്ത്. മോന് ജോലി ഒന്നായില്ലേ? കൊച്ചെന്നേരം ഉണ്ടായല്ലോ. പഠിച്ചൊക്കെ മറന്നല്ലോ. ഹലോ, ടെൻഷൻ അടിക്കണ്ട. നാണ് ഇവിടെ വന്ന കനക ചേച്ചി, അതുപോലെ തന്നെ ഇവിടെ എത്തിയ എല്ലാവർക്കും എന്റെ ബക്രീദ് ആശംസകൾ. ബക്രീദ സോറി, ഓണാശംസകൾ. എല്ലാം കൈന്ന് പോയല്ല. അടുത്തതായി രമണി ചേച്ചിയുടെയും ശാന്ത ചേച്ചിയുടെയും സിംഗിൾ വേഗം വാ കമ്മിറ്റിക്കാരില്ലാത്ത സ്ഥലത്തോട്ട് പഠിച്ചതൊക്കെ മറന്നു ഇതേ. ഈ 105 വടം വരെയുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, വടവില്ല. അടിപൊളി. നീ ഒരു വടം ഉണ്ടാക്കി തന്നെ മല വെച്ചിട്ട്. മീറ്റർ 400 രൂപ വെച്ചാൽ മതി. ഇതാരും എവിടെ കൊണ്ടുവന്നു ബാതില്? ചേച്ചി, ഈ വലിയ ചെക്ക് ബാങ്കിലൊന്നും മാറാൻ പറ്റല്ലോ കേട്ടാ. തങ്കച്ചേട്ടന്റെ എന്റെ മുമ്പിൽ നിന്ന് പറയുന്നോട്ടോ. ഇതൊന്ന് മാറ്റി തരുമോ? ഇത് മറ്റേ റൊട്ടിക്കടിയുടെ. അതെയോ? ഫസ്റ്റ് കൺഗ്രാചുലേഷൻ. ടൈറ്റ് മത്സരമായിരുന്നു. എത്ര പേരുണ്ടായി? 4 പേരുണ്ടായിരുന്നുള്ളൂ. UKG പഠിക്കുന്നവിടെ തന്നെ തോപ്പിച്ചളിഞ്ഞല്ലോ ഞാൻ. ഇന്ന് ഈ ചെക്ക് നിങ്ങൾ തന്നെ പിടിച്ചു. ഈ 50 രൂപ ചെക്ക് മാറണമെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഈ 150 രൂപ പെട്രോൾ അടിച്ച് ബാങ്കിൽ പോകേണ്ടി വരും. അതുകൊണ്ടാട്ടോ. എന്നാ ഈ ചെക്ക് നിങ്ങൾ പിടിച്ചോ, നിങ്ങളുടെ കുടുംബശ്രീ പിടിച്ചോ. വെറും സേവനം. കുറച്ചേരം കഴിയുമ്പോ വന്നോട്ടോ, സുന്ദരിക്ക് പൊട്ടുതൊടലുണ്ട്. ഉറിയടി മറക്കണ്ട. അങ്ങനെ ഒരു 50 രൂപ കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം ഉറിയടിക്കാൻ പോയിട്ട് ചെറുക്കൻ്റെ തലടിച്ച പൊട്ടിച്ചേ. ഫോൺ അടിക്കുന്നു. നീ ആ തോരനൊക്കെ ഒന്ന് വിളിച്ചോട്ടോ. എന്ത് കാര്യത്തിന്? ഓണപ്പാട്ടിന്. എന്തിന്? ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. എടാ, നീ ആരെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വിളിച്ചോണ്ട് വാ. എടാ, പാട്ട് പഠിക്കാൻ നമുക്ക് പ്രൈസ്. നിങ്ങളൊന്നൊരു കാര്യം ചെയ്യും, ബാറ്റ്മാനോട് ചോദിച്ചു. എടാ, ബാറ്റ്മാൻ അവൻ പറയാം അവന് ഇരുട്ടത്ത് ഒന്ന് പാടാൻ പറ്റുള്ളൂ. പുള്ളി ഇരുട്ടിന്റെ ആളല്ലേ. ഇരുട്ടത്ത് ഒന്ന് പാടിയിട്ട് എന്ത് ചെയ്യാനാ? അല്ല, നമ്മളോട് ചെണ്ട് ഇപ്പൊ ഏത് പാട്ട് പാടാനാ? അത് നമുക്ക് മറ്റേ ഗബ്രിയേൽ അല്ല തിരുവാണിരാമ പാടി പോരാ. എല്ലാവരും അതായിരിക്കും. ഇന്നെന്നാ അന്ന് നമുക്ക് കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ നോക്കിയാലോ പാട്ട് പാടാൻ വേണ്ടി. എന്നാ കടമിഴി കമതെല്ലാം പാടാം. എടാ, പൊട്ടനെ പോലെ കാണിക്കില്ല കേട്ടോ. അല്ല, ഞാൻ പോയിട്ട് വരാം. ചാക്കിലോട്ടും ഉണ്ട്, പോയിട്ട് വരാട്ടോ. എടാ, ഇന്ന് 4 മണിക്ക് പരിപാടി, 3:30 ആകുമ്പോൾ വരാം. അല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ സൂചിയിൽ നൂലോർക്കലുണ്ട്. ഞാൻ വരും. ആൾക്കിനെങ്കിലും വിളിക്കാം. എടാ, നീ പാട്ട് പാടാൻ വരാൻ നേരത്തെ നിക്കർ ഇട്ടുകൊണ്ട് പോകണം കേട്ടോ. അവൻ്റെ അടുത്ത് പാട്ട് പാടാൻ നേരത്തെ ദേഷ്യപ്പെടില്ലെന്ന് പറഞ്ഞു. റബ്ബർ ഷീറ്റിന്റെ വില പറയണതിനെ കുറിച്ച് തന്നെ എന്ത്? റബ്ബർ ഷീറ്റ് ഓണായിട്ട് എന്താ ബന്ധം? ഈ റബ്ബർ ഷീറ്റ് ഒട്ടുപോയാലൊക്കില്ലേ? നിങ്ങൾ ഓണത്തിനെ കുറിച്ച് സുന്ദരിക്കുട്ടി അതറിയാത്ത ആരുള്ളൂ. അത് മറ്റേ ബാഹുബലിയുടെ അടുത്ത് മറ്റേ വാമര 3 പ്ലോട്ട് ചോദിച്ചില്ലേ? പ്ലോട്ട് എന്തിനാ വില്ല പണിയാനോ? ഓണത്തെ കുറിച്ച് ഓണത്തെ കുറിച്ച് പറയുമ്പോ എല്ലാരെ പോലെ മുറ്റത്ത് നമ്മുടെ സ്റ്റാറൊക്കെ അല്ല മറ്റേ പൂക്കളൊക്കെ ഇട്ടിട്ട്. ശരി, എന്നാ ഞാൻ പോവാ. ഈ റബ്ബർ ഷീറ്റിന്റെ ഇന്ന് ആരെയാണാവോ കണിയണ്ടേ? 4 ഗ്ലാസ് പായസം കുടിച്ചു കഴിഞ്ഞിട്ട് ആകെ കളി വരിക്കാലോ. ഹലോ, ഫസ്റ്റ് അപ്പൊ തങ്ങഞ്ഞേട്ടനാ? ഇവിടെ UKG ചെറുതൊരു എന്റെ തലയുടെ തല്ലി പിടിച്ചേ.